ഒരു സമയത്ത് നീ എന്നെ കൊന്നതാ. ആ അപകടത്തിൽ എന്റെ അച്ഛനാണ് മരിച്ചെങ്കിലും അതിനേക്കാളും ദുരന്തങ്ങൾ അനുഭവിച്ചത് ഞാനാടാ. ജഡത്തെ പോലെ ഞാൻ കഴിഞ്ഞത്. മഹാലക്ഷ്മി എന്ന എന്റെ ഭാര്യ ജീവിതത്തിലേക്ക് വരുന്നത് വരെ 12ാമത്തെ വയസ്സിൽ എന്റെ ഹൃദയം ചൂഴ്ന്നെടുത്തതാ. നീയാണ് എന്റെ അച്ഛനെ കൊന്നെന്ന് അറിഞ്ഞ ശേഷം മാർക്കോ എന്നോട് പറഞ്ഞതാ നിന്നെ തല്ലി കൊല്ലട്ടെ എന്ന്. അതിനൊക്കെ ഞാനാ തടസ്സമായിട്ട് നിന്നത്. ഇനി നീ നിന്റെ മോളും മനുഷ്യരായിട്ട് ജീവിച്ചില്ലെങ്കിൽ ആരെ ഞാൻ കൊലയാളിയാക്കില്ല. ആരും കൊലക്കുറ്റത്തിന്റെ പേരില് കോടതി കയറാനും പാടില്ല. ആ ദൗത്യം ഞാൻ തന്നെ ഏറ്റെടുക്കൂടാ. ഞാൻ ജയിലിലേക്ക് പോയാ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും അവരുടെ 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടടാ. പക്ഷേ പിന്നീട് നിന്റെ മോള് ജീവിക്കില്ല. കരുത്തിന്റെ കാര്യത്തിൽ ഞാൻ മാർക്കോയ്ക്ക് പിന്നിലല്ല, ആർക്കും പിന്നിലല്ല. അത് നീ മനസ്സിൽ വെച്ചോ. കർണമോളെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാ ഇവൻ വേണ്ടാത്ത പണിക്കൊക്കെ പോയത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല കണ്ണമോനെ, ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങളുടെ വാക്കിന് ഒരു വിലയും ഇല്ലാന്ന് നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മോനുമാണ്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ കരുണയെ രാജകുമാരിയും മഹിയെ അവളുടെ ദാസിയാക്കാനല്ലേ അവരെ രണ്ടാളെയും കമലേശ്വരത്തേക്ക് പറഞ്ഞു വിട്ടത്. എന്നാ കേട്ടോ, അങ്ങനൊരു കാഴ്ച മരണം വരെ അമ്മയും മോനും കാണാൻ പോകുന്നില്ല. ഉണ്ണിയുടെ മാസശമ്പളം കൂടെ നിർത്തിക്കൊടുത്താ അവിടെ തീരും നിന്റെ മോളുടെ ജീവിതം. അവന് മാസം കിട്ടുന്ന ശമ്പളം കിട്ടാതിരിക്കാൻ കാരണക്കാരി നിന്റെ മോളാണെന്ന് അറിഞ്ഞാ അവൻ അടുത്ത നിമിഷം അവളെ ഇവിടെ കൊണ്ടുവിടൂടാ. നിന്നെ പോലെ തന്നെ പണത്തെ സ്നേഹിക്കുന്ന ഒരു മരുമോനെയാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിന്റെയും ഇവരുടെയും കർമ്മഫലമാടാ. ഇനിയുള്ള കാലം മുഴുവൻ രണ്ടിന്റെയും മരണം വരെ ഇവരും നീയും കാണാൻ പോകുന്നത് രാജകുമാരിയെ പോലെ ജീവിക്കുന്ന എന്റെ ഭാര്യയായിരിക്കും. അവിടെ കരുണ എന്ന അച്ഛന്റെയും മുത്തശ്ശിയുടെയും വാത്സല്യം അമിതമായിട്ട് അനുഭവിച്ചു വളർന്ന നിന്റെ മോള് ദാസിയായിട്ട് തന്നെയായിരിക്കും ഇനിയുള്ള കാലം മുഴുവൻ കഴിച്ചു കൂട്ടാൻ പോകുന്നത്. അതിനവൾക്ക് പറ്റിയില്ലെങ്കിൽ അവൾ ആ വീടിന്റെ പടിയിറങ്ങി പോണം. ഒരമ്മയുടെ വയറ്റിലാ എന്റെ ഭാര്യ അവളുടെ അനിയത്തിയും ജനിച്ചു പോയത്. അതുകൊണ്ട് ഈ അമ്മയെ ഓർത്തിട്ട് മാത്രമാ അവൾക്ക് ഞാൻ കുറച്ച് ആനുകൂല്യം കൊടുത്തത്. ഇനി അതുമില്ല. അടിക്ക് തിരിച്ചടി, അത് തന്നെയാ തീരുമാനം. അത് നീ നിന്റെ മനസ്സിൽ കുറിച്ചിട്ടോ പ്രതാപ. ഇവൻ മറന്നു പോവാണെങ്കിലേ നിങ്ങളത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചോ. വാടോ. ഞാൻ നടന്ന വിവരം നിന്റെ മകളോടും മറ്റുള്ളവരോടും പറയണമെങ്കിൽ നിനക്ക് പറയാം. പക്ഷേ നിന്റെ നാവിന്ന് ആ രഹസ്യം പുറത്തു പോയാ പിന്നെ ഈ വീട്ടുമുറ്റത്തൊരു പോലീസ് വാഹനം വന്നു നിൽക്കും നിന്നെ തൂക്കിക്കൊണ്ടു പോവാൻ. അതോടെ മനസ്സിൽ വെച്ചോ. നടക്കാൻ കഴിഞ്ഞിട്ടും വീൽ ചെയറിന്റെ സഹായം തേടിയത് എന്റെ വൈകല്യത്തെക്കാളും 10 മടങ്ങ് വൈകല്യം നിന്റെയൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാ. ഇനി കുറച്ചുപേര് കൂടി സത്യം അറിയാനുണ്ട്. അവരത് അറിയുന്നതിന് മുമ്പൊന്ന് സന്തോഷിക്കട്ടെ. ഞാനിപ്പോഴും വീൽ ചെയറിലാണെന്ന് കരുതിക്കോട്ടെ. സുമേഷ് ചേട്ടാ, വീൽ ചെയർ എടുത്ത് നോക്കിയ താങ്കർ.
സൂക്ഷിക്കണേ അമ്മേ. ഹ, എന്തിനാ സൂക്ഷിക്കുന്നത്? അവനും അവന്റെ അമ്മയ്ക്ക് ചുണയുണ്ടെങ്കിൽ അമ്മയുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് നുള്ളിയിട്ട് നോക്കട്ടെ. അമ്മയുടെ കണ്ണൊന്ന് നനയിച്ച് നോക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ അച്ഛനും അമ്മയില്ല. ആകെക്കൂടെ എനിക്ക് ആത്മാർത്ഥമായിട്ട് അമ്മയെന്ന് വിളിക്കാൻ പറ്റുന്നത് ദേ ആ നിൽക്കുന്ന മഹിയുടെ അമ്മയെ മാത്രമാ. ആ അമ്മയൊന്ന് നുള്ളി നോവിച്ചാ പിന്നെ ഈ നിൽക്കുന്ന നിന്റെ അമ്മ കാണുന്നത് ചോര വാർന്നു കിടക്കുന്ന നീ എന്ന അസുരനെ ആയിരിക്കും.